പരിപാടി എന്ന് പറഞ്ഞാൽ താടി തെറ്റിയാനും ഇതിനൊക്കെ പോകാനായിട്ടുണ്ട് എനിക്ക്. പക്ഷേ മാർക്കോ കാണണം എന്നെൻ്റെ മനസ്സിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മാർക്കോ കണ്ടിട്ടുള്ള പരിപാടി മതി, മുടി വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മാർക്കോ കാണണം, ഉണ്ണിമുഖത്തിന് വിഷമായാലോ അല്ലേ. അത് വിചാരിച്ച് ഞാനിത് മാർക്കോൻ്റെ ടിക്കറ്റ് ഇന്നലെ രാത്രി 11 മണിക്ക് എടുത്തു. ആ ടിക്കറ്റും എടുത്തിട്ട് ഞാനിതിപ്പോൾ പടം കാണാനായിട്ട് പോവാണ്. ടിക്കറ്റ് എടുത്ത് പടം കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറും ഉദ്ദേശമല്ല, മാർക്കോ പടം എങ്ങനെയുണ്ട്, സത്യസന്ധമായ എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ഡേ അഭിപ്രായം, ഫസ്റ്റ് ഡേ ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ ഞാൻ അഭിപ്രായം പറയും. നിങ്ങളെല്ലാവരും കണ്ടൻറ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി തിയേറ്ററിൽ പോയി ഞാൻ പടം കണ്ടു വന്നതിന് ശേഷം നമുക്ക് കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ മാർക്കോ കഴിഞ്ഞ് ഞാനിതേ വീട്ടിലെത്തി. അപ്പോൾ മാർക്കോയുടെ വിശേഷങ്ങളെന്ന് പറയാനായിട്ടൊന്നുമില്ല. പടം ഇവർ പറഞ്ഞ പോലെ തന്നെ വയലൻസാണ് പടത്തിൽ ഫുള്ള് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ഹാഫിലൊന്നും അത്ര വലിയ വയലൻസും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ സെക്കൻഡ് ഹാഫ് ബ്രൂട്ടൽ വയലൻസാണ്. ബ്രൂട്ടൽ വയലൻസ് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നത് ഓരോ സീനുകൾ കാണുമ്പോൾ. അത് അങ്ങനെ തന്നെ ജഗദീഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ കറക്റ്റാണ്. ആളുടെ ക്യാരക്ടർ പൊളി, വേറെ ലെവല്, പീക്കാണ്. എന്നാൽ ആളെ കൊല്ലണ സീനോ അത് വേറെ മൂഡ്. ഉണ്ണിമുകുന്ദൻ വളരെയധികം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പിന്നെ ഈ ഒരു വയലൻസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് കൺഫേമിലി നിങ്ങളെല്ലാവരും ആ പടം കാണാൻ പോണതിൽ തെറ്റില്ല. കാരണം പടം ഹെവി വയലൻസ് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എൻ്റെ തലയിൽ മൊത്തം പ്രാതാവും. അമ്മാതിരി വയലൻസാണ് സെക്കൻഡ് ഹാഫ് ചെയ്യണത്. നമ്മളാരും മനസ്സിൽ പോലും വിചാരിക്കാത്ത അത്ര പരിപാടികളാണ് അവർ ചെയ്ത് കൂട്ടണേ. അത്രയും ഹെവി ആയിട്ട്. അത് എന്താ പറയുക, കുട്ടികളെ വരെ അത് ആ പടം കാണണം, നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അങ്ങനെയാണ്, അത്രയും ഹെവി വയലൻസാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, മാർക്കോ എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല. അപ്പോൾ മാർക്കോ ഒരു ഹെവി ഭയങ്കരമായ ഒരാളാണ്, ഭ്രാന്തനാണ്. മാർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോ ആണ്. ആ സൈക്കോൻ്റെ മുമ്പിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് പടത്തിലൊരു എന്താ പറയുക അമ്മാതിരി പടം. നിങ്ങളെല്ലാവരും പറ്റിച്ചൊന്ന് പോയി വാച്ച് ചെയ്യുക. ഒരു പ്രാവശ്യമേ കാണാനുള്ള പടമുള്ളൂ. അത്ര വലിയ സംഭവം വയലൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഭയങ്കര അടിപൊളി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പടം ഒരു വയലൻസ് മൂഡിൽ കാണാം, വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. വയലൻസിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു പടമാണ്. ഈ പടത്തിൽ രാവിലെ തൊട്ട് രാത്രി വരെ വയലൻസാണ്. അതിൽ വീട്ടിലൊരു പരിപാടി നടക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിന് ശേഷം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ആ വീട്ടിൽ നടക്കുന്ന പരിപാടിയിൽ സിദ്ദിഖ് പൊളിച്ചു. സിദ്ദിഖ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ രക്ഷയില്ല, കിടിലനായിരുന്നു. പിന്നെ ബാക്കി നിങ്ങൾ പടം കണ്ടാൽ മതി, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. പടം അടിപൊളിയാണ് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താ വെച്ചെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും.